നമസ്കാരം. ഇത് നമുക്കെല്ലാവർക്കും കുട്ടന്തുരുത്ത് ക്രിയേഷൻസിലൂടെ വളരെ സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ മഹേശ്വർ. മഹേശ്വർ ഈ കാണുന്ന പോലെയുള്ള ആള് വളരെ വലിയൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. ഇദ്ദേഹം സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കി ഈണം നൽകി പാടുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നിരന്തരം എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഹേശ്വർ. മഹേശ്വറിന്റെ പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് നമുക്കൊന്ന് ആരായാം. എന്തൊക്കെയാണ് മഹേശ്വർ? ഞാൻ തന്നെ ഇപ്പൊ ഒരു പാട്ട് എഴുതി, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ അത് ഇറങ്ങാൻ അടുത്ത ദിവസം തന്നെ ഇറങ്ങാനായിരുന്നു. പാട്ട് വളപ്പൊട്ടുകളാണ് അതിന്റെ. വളപ്പൊട്ടുകൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. വളപ്പൊട്ടുകൾ വരും. ഞാൻ തന്നെ രാജേഷ് ഒരു ഇതിനാണ് ഈ പാട്ട് എഴുതിയത്. രാജേഷ് കുട്ടന്തുരുത്ത്. രാജേഷന്റെ ഇതിലാണ് എഴുതിയത് ഈ പാട്ട്. രാജേട്ടൻ പറഞ്ഞെടുത്തു. അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ എഴുതിയത്. അതെ. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു, അതിനെ അഭിനയിച്ചത്, പാടിയത്. ഈ രാജേഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സുപരിചിതനായ ആളാണ്. രജനീകാന്തൊക്കെ ആയിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരുപാട് സുപരിചിതനായ ആളാണ്. രാജേഷാണ് ഈ മഹേശ്വറിനെ ഇത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കുതിച്ചാട്ടത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കി, അല്ലേ? തീർച്ചയായിട്ടും സത്യം. അപ്പോ ഇപ്പൊ പുതിയ ഈ പാട്ടിന്റെ പേര് തന്നെ വളപ്പൊട്ടുകൾ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ്. എന്തായാലും അത് ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാവിയിലേക്കിലുക്കവും കേട്ട് പോകണ നേരം കണ്ടു ഞാൻ. കാവിയിലേക്കിലുക്കവും കേട്ട് പോകണ നേരം കണ്ടു ഞാൻ. ഇങ്ങനെയാണ് പാട്ട് പോകുന്നത്. സൂപ്പറായിട്ട് നല്ല ഓളമുള്ള ഒരു പാട്ടാണ്. മണിച്ചേട്ടന്റെ ഒക്കെ കാലഘട്ടത്തില് മണിച്ചേട്ടന് ഏറ്റവും കൂടുതൽ സിനിമയില് ക്ലിക്കായതിന് അപ്പുറത്തായിട്ട് ഇതുപോലുള്ള നാടൻ പാട്ടുകളിലൂടെ ക്ലിക്കായ ഒരാളാണ്. എന്തായാലും അതുപോലെ തന്നെ മഹേശ്വരനും ഒരു വൻ വിജയമാവട്ടെ ലൈഫ്. ഇനിയും നല്ല പുതിയ പാട്ടുകൾ നമുക്ക് വേണ്ടി ഇറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.